ഹായ് കൂട്ടുകാരെ, സന്ധി മുരൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞാൽ നാടൻ വരാലിനെ നമ്മൾ കണ്ടത്തിൽ പോയി പിടിച്ച് അതിനായി കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വായിക്കൂടെ വെള്ളം ഊറുന്ന ആ പരുവാണിത്. അടിപൊളി പീസാണ് നമ്മൾ പീസ് വരാൻ്റെ മീൻ വല്ലതും ഉണ്ടോ? വരണ്ടോ തപ്പിക്ക് അവിടെ ഓരോ പടയ്ക്ക് ഓരോ അവിടെ പിടച്ചു പോയിരുന്നല്ലോ. ഓൺ കയറി പോകുന്നുണ്ടോ? തപ്പിക്ക് ഉടച്ചു വന്നു രസി തപ്പി പുറോട്ട് പോവാ. ഗൈസ്, നമ്മൾക്ക് ഇന്ന് കിട്ടിയ വരാനാണ്. നമ്മൾ വരാനിൽ നമ്മൾ അടിപൊളി കറി വെക്കാൻ പോവാണ്. നല്ല കഴുകി വൃത്തിയാക്കിയ വരാനാണ്. അത് നമുക്ക് ചെറിയ പീസാക്കാം. നമ്മൾ അടിപൊളി വരാല് കറി വെക്കാൻ പോവാണ്. അപ്പം നമ്മളിത് നൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് വീഡിയോ കയറാൻ വെട്ടം കുറവായിരിക്കും. അത് കാരണം എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോയുടെ ഒന്ന് സഹകരിക്കുക. അപ്പം കഴുകി വൃത്തിയാക്കി നമ്മൾ പീസാക്കി ഇഞ്ചി ഇടാൻ പോണ്. അടുത്ത നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ഇടാൻ പോവാണ്. അടുത്ത നമ്മുടെ കുഞ്ഞുള്ളി ഇടാൻ പോവാണ്. പച്ചമുളക് നമ്മൾ അരിഞ്ഞ് പീസാക്കുവാണ്. ഇഞ്ചി നമ്മൾ ചെറിയ പീസാക്കുവാണ്.
വെളുത്തുള്ളി പീസ് പീസാക്കുവാണ്. കുഞ്ഞുള്ളി നമ്മൾ അരിഞ്ഞ് പീസ് പീസാക്കുവാണ്. കറിവേപ്പില ഇടാൻ പോവാണ്. ഉപ്പ് ഇടാൻ പോവാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി എടുക്കുക. നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുടംപുളി നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വരാലി പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പലായിട്ടുള്ള. പിന്നെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ അടുപ്പ കയറ്റാൻ പോവാണ്. ജസ്റ്റ് നമ്മൾ സ്റ്റൗ നമ്മൾ ഓണാക്കാൻ പോവാണ്. നമ്മളങ്ങോട്ട് ചീനിച്ചിരി വെച്ചങ്ങോട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ തട്ടിക്കൊടുക്കുവാണ്. എണ്ണ അവിടെ തിളച്ചിട്ട് നമ്മൾ കടുക് കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിടാൻ പോവാണ്. എണ്ണയിലൊന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ മുളകും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അരപ്പങ്ങ് ചേർക്കുക. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. അത്യാവശ്യം വെള്ളം നമ്മൾ തട്ടിക്കൊടുക്കുകയാണ്. അതോട്ട് കുറച്ച് ഒഴിച്ചാൽ പോരെ വെള്ളം. എന്നിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങോട്ട്. അടുത്ത് നമ്മുടെ പുളി അങ്ങോട്ട് കൊടുക്കണം. നാടൻ കുടംപുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഒഴിച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം വേണമെങ്കിൽ വീണ്ടും നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ അരപ്പ് തിളച്ച് കഴിയുമ്പം അതിനകത്തൊരു മീൻ കഷ്ണങ്ങളിൽ പെറുക്കിയിടുക. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അടുത്ത് നമ്മുടെ വരാലുകുട്ടനെ അങ്ങ് ഇടുവാണ്. നമ്മളങ്ങോട്ട് അവനങ്ങോട്ട് അരപ്പിനകത്ത് നിന്ന് മറിയുവാണ്. നമ്മൾ ഓരോ പീസും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇടുവാണ്. ഓ, ഇപ്പം തന്നെ നല്ല മണം വരാൻ തുടങ്ങി. നമ്മുടെ അരപ്പിൻ്റെ ഒക്കെ നല്ലൊരു മണമാണ്. നമ്മുടെ നാടൻ രീതിയിലുള്ള വരാലാണ്. നമ്മുടെ കോട്ടയം രീതി, കോട്ടയം അച്ചായന്മാരുടെ വരാല് കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അവനെ. തിളയ്ക്കണം, അടിപൊളിയായിട്ട് തിളയ്ക്കണം. അങ്ങോട്ട് വരാലങ്ങോട്ട് തിളച്ച് മറിയുവാണ്. അപ്പോൾ നമ്മളൊന്ന് അടച്ചിട്ടേക്കുവാണ് പെട്ടെന്ന് വേകാനായിട്ട്. നമ്മൾ നോക്കുമ്പം അങ്ങോട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ തട്ടിക്കൊടുക്കാൻ പോകണം. അങ്ങോട്ട് തട്ടിക്കൊടുക്കുകയാണ്. അങ്ങോട്ട് നല്ല മണമെന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നല്ല സ്മെല്ലാണ്. നല്ല പച്ച വെളിച്ചെണ്ണയുടെയും കരിയാപ്പിലയുടെ ഒക്കെ നല്ല സ്മെല്ലാണ് ഇപ്പം കൊടുക്കുന്നത്. നല്ല ഫ്ലേവറാണ് വരുന്നത്. നല്ല അടിപൊളി മണമാണ് വരുന്നത്. തിളച്ച് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ നമ്മൾ സ്റ്റൗ നിർത്തേക്കുന്നുണ്ടല്ലേ. നമ്മുടെ കോട്ടയം സ്റ്റൈൽ, അതായത് കോട്ടയം അച്ചായൻ സ്റ്റൈൽ വരാല് കറിയാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇവിടെ നമ്മളിത് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പം റെഡിയായിട്ടുണ്ട്.
ഓ അടിപൊളി മണമെന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ് വരുന്നത്. സൂപ്പർ സാധനമാണ്. അടിപൊളിയായിട്ട് മൊത്തം അങ്ങോട്ട് വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മൾ നോക്കുന്നെടുത്ത്. അപ്പം അതിനകത്ത് നല്ല പുളിയും എരിവും എല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് നമ്മൾ കഴിക്കാവുള്ളൂ. ഒരു ദിവസം നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ കിട്ടും നമുക്ക്. നല്ല ഉണക്കക്കപ്പയാണ്. അപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു നമ്മുടെ നാടൻ കല്ലട വറുത്തം കൂടെ ഉണ്ട്. അടിപൊളിയാണ് ഇവിടെ വരാൻ. നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണമാണ്. നല്ല വായിക്കൂടെ വെള്ളം ഊറുന്ന ആ പരുവാണിത്. അടിപൊളി പീസാണ് നമ്മൾ പീസ് വരാനല്ലേ. നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ. അപ്പം നമുക്ക് ചാക്കാലം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. നമുക്ക് നമ്മുടെ ഉണക്കക്കപ്പയ്ക്കകത്ത് നമുക്കെല്ലാം ചാറ് കൂടെ നമുക്ക് ഒഴിക്കാമല്ലോ വരാനും കൂടെ. ടേസ്റ്റ് നമുക്ക് നോക്കാം. ഓ ഇപ്പോൾ ടേസ്റ്റാണ്. ഇപ്പോൾ അടിപൊളിയാണ്. ചാറ് നമുക്ക് ഒഴിക്കാം. നമ്മൾ ടേസ്റ്റ് നമുക്ക് നോക്കാം. തന്നെ നമുക്ക് പീസ് എടുത്തിട്ട് കുറച്ച് കപ്പയും കൂടെ എടുക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വരാലോ. അടിപൊളി സാധനമാണ്. സൂപ്പർ കറിയാണ്. നമ്മൾ ഇന്നലെ വെച്ച കാരണം നമുക്ക് ഇതിൻ്റെ മുളകിൻ്റെ ആയാലും പുളിയുടെ ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. സൂപ്പർ. അപ്പം നിങ്ങളിങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നാടൻ വരാലിനെ മേടിച്ച് ഈ രീതിയിൽ തന്നെ കറി വെച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.